അലങ്കോടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വള്ളുവനാടിന്റെ ഹൃദയവീഥിയിലൂടെ എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ഇത് ഏകദേശം 35 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ആനമലയിൽ തിരുമൂർത്തിയിൽ നിന്നാണ് നിള ഉത്ഭവിക്കുന്നത്. ഇവിടെ എത്തുമ്പോഴൊന്നും നിളയല്ല കേട്ടത്, ഇത് ശോകനാശിനിയാണ്. ഇത് അതിന്റെ ഉത്ഭവ സ്ഥാനമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എഴുത്തച്ഛൻ വളരെ അതെ, തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ വീണ്ടും പുതിയ ആളുകളായിട്ടാണ് മാറിത്തിരുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ അനുഭവം നമ്മൾ കസാക്കിൽ എത്തുമ്പോൾ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പൂർവ്വരെ കുറിച്ചിട്ടുള്ള കൂടുതൽ വഴികൾ തുറന്നു. അങ്ങനെ വഴി തുറക്കാനാണ് ഈ യാത്ര ഉപകരിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും കൊടുക്കാനുള്ളത് എൻ്റെ 2 പുസ്തകങ്ങളാണ്. ഈ ഭാഷാപിതാവിൻ്റെ മുമ്പിൽ വെച്ച് ഒന്നും അത്രയേറെ വെച്ച് പോകുന്ന എൻ്റെ ചില കുറിപ്പുകൾ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. എൻ്റെ പുതിയ പുസ്തകവും പഴയൊരു പുസ്തകവും, 2 പുസ്തകങ്ങൾ. ഈ 2 പുസ്തകങ്ങളും ചെയ്തിട്ടുള്ളത് ഡോക്ടർ മുഞ്ഞാട് പത്മകുമാറാണ്. എൻ്റെ വഴികളിൽ എഴുതാതിരിക്കാൻ പറ്റുമ്പോൾ നീ എഴുതിയാൽ മതി എന്ന് പറഞ്ഞതിനെ ശാസിച്ച എനിക്കാവുന്നില്ല എന്ന് പറഞ്ഞ പക്ഷേ ആ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ ഞാനങ്ങനെ എഴുതാറില്ല, എഴുതാതിരിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് എഴുതാറുള്ളത്. തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലാകുന്നുണ്ട്. വേറെ സന്തോഷം. വളരെ അർഹമായ കൈകളിലാണ് 1000 വോൾട്ട് വൈദ്യുതിയുടെ മുകളിൽ ഒരു മിന്നാമിന്നി നമ്മുടെ കൂടെ 2-3 പേരുടെ പുസ്തക പ്രകാശനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ എഴുത്തച്ഛൻ്റെ സമാധി സ്ഥലത്ത് നമുക്ക് പ്രകാശനം ചെയ്യാം. അളകയുടെയും എന്ത് എഴുതി അല്ലെങ്കിൽ നമ്മൾ എഴുതി എത്ര പ്രശസ്തരായി എന്നുള്ളതല്ല, മറിച്ച് ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന അനവധി അക്ഷരപ്പിച്ച നടന്നതാണ്. ഈ സത്യത്തില് ഈ വളരെ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്. കാരണം നമ്മുടെ അക്ഷരപ്പിച്ചകളെ നമ്മൾ ഇതൊരു സമർപ്പണമാണ് കേട്ടോ. വയനാട് നിന്ന് വന്ന അദ്ദേഹമാണ് സമർപ്പണം. പ്രശസ്തര അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞു വരുന്ന കാലത്തൊക്കെ ഇതെല്ലാവർക്കും ഈ തുല്യതയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്നത്, എഴുതുന്നു. ഒന്ന് മതേതര പരിചയമാണ്. അതുപോലെ ബന്ധങ്ങളുണ്ടല്ലോ. ഇത് കുറച്ചും കൂടി അതിർത്തിയാണ്.
രണ്ടാം സ്ഥാനത്തെത്തിയത് മുരുകേഷ് ഇളന്തേശം. ചൊല്ലിയവർക്ക് ക്യാമറയെ ഫോക്കസ് ചെയ്യണം കേട്ടാ. തൊപ്പി എങ്ങടെ റാബി തൊപ്പിയുടെ പരസ്പരം ആദരിക്കുന്നത്